ഹായ് മക്കളെ, ഇന്ന് അക്ഷരമുറ്റം ക്വിസ്, സ്വദേശ് ക്വിസ് ഇതിനെല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഒരു പേനയും പേപ്പറും എടുത്ത് ഓരോ ചോദ്യവും കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാനുള്ള സമയം നൽകിയിട്ടുണ്ട്. പഠിച്ചു കഴിയാത്ത കൂട്ടുകാർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം. ചോദ്യം 1. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ചോദ്യം 2. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയായ ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ചോദ്യം 3. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം 4. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ചോദ്യം 5. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 21. ചോദ്യം 6. ഏത് വർഷം മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 2015 മുതൽ. 2015 മുതലാണ്. ചോദ്യം 7. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യം. ചോദ്യം 8. യോഗാ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? യോഗാ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യം 9. 2025 ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? 2025 ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം JCB പുരസ്കാരം. ചോദ്യം 10. 2025 ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? 2025 ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഉത്തരം
മൗണ്ട് ലെവോട്ടോബി. ഉത്തരം എന്താണ്? മൗണ്ട് ലെവോട്ടോബി. ചോദ്യം 11. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് ഏതാണ്? കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് ഏതാണ്? ഉത്തരം കോമ്പൗണ്ടർ. ചോദ്യം 12. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വേദി എവിടെയാണ്? 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വേദി എവിടെയാണ്? ഉത്തരം ജപ്പാൻ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചോദ്യം 15. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ചോദ്യം 16. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. ചോദ്യം 17. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ത്രിപുര. ചോദ്യം 18. ഉല്ലാസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉല്ലാസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ആൾ ഇൻ സൊസൈറ്റി. ചോദ്യം 19. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ ബാഷാറത്ത് അൽ-ഫത്ത്. ചോദ്യം 20. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ചോദ്യം 21. ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഉത്തരം ഭാർഗവാസ്ത്ര. ചോദ്യം 22. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് അഥവാ ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ഉത്തരം റൈസിംഗ് ലയൺ. ചോദ്യം 23.
2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഉത്തരം നെതർലാൻഡിലെ റോട്ടർഡാം. ചോദ്യം 24. ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഏതാണ്? ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഏതാണ്? ഉത്തരം MV വാൻഹായ് 503. ചോദ്യം 25. കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേൾവി പരിമിതരായ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 26. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 26. 2025 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ഒന്നുകൂടി പറയാം. സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ചോദ്യം 28. 2025 ജൂൺ മാസത്തിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? 2025 ജൂൺ മാസത്തിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇറ്റലി. ചോദ്യം 29. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ്? ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ്? ഉത്തരം ജൂൺ 29. ചോദ്യം 30. തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മിസൈൽ ഏതാണ്? തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മിസൈൽ ഏതാണ്? ഉത്തരം ഗാണ്ടീവ. ചോദ്യം 31. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏതാണ്? കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏതാണ്? ഉത്തരം അമ്മ മനസ്സ്. ചോദ്യം 32. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്? ഉത്തരം ജൂൺ 23. ചോദ്യം 33. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? ഉത്തരം KV രാമകൃഷ്ണൻ, ഏഴാംചേരി രാമചന്ദ്രൻ.
KV രാമകൃഷ്ണനും ഏഴാംചേരി രാമചന്ദ്രനും. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചവർ. ഒന്നാമത്തേത് കവിതാ വിഭാഗത്തിൽ അനിത തമ്പി. മുരിങ്ങ വാഴക്കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തേത് നോവൽ വിഭാഗത്തിൽ GR ഇന്ദുഗോപൻ. GR ഇന്ദുഗോപനാണ് നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിച്ചത്. ആനോ എന്ന നോവൽ എഴുതിയതിനാണ് ലഭിച്ചത്. മൂന്നാമത്തേത് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് വി ഷിനിലാൽ. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് വി ഷിനിലാലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിച്ചത്. നാലാമത്തേത് ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് EN ഷീജ. അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ് EN ഷീജയ്ക്ക് ബാലസാഹിത്യ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ചോദ്യം 34. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 2025 എത്ര വർഷമാണ് തികയുന്നത്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 2025 എത്ര വർഷമാണ് തികയുന്നത്? ഉത്തരം 50 വർഷം. ചോദ്യം 35. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള അഥവാ മോചിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം. ഉത്തരം ഓപ്പറേഷൻ സിന്ധു. ചോദ്യം 36. വായനാ ദിനം എന്നാണ്? വായനാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 19. ചോദ്യം 37. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 38. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ. ഉത്തരം റേഡിയോ നെല്ലിക്ക. ചോദ്യം 39. 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം. 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം MS ധോണി. ചോദ്യം 40. 2025 യുണൈറ്റഡ് നാഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ്? 2025 യുണൈറ്റഡ് നാഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം. ഉത്തരം ഇന്ത്യ. 146 കോടി ജനങ്ങൾ. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്, 141 കോടി. 40-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. തെറ്റിയ ഉത്തരങ്ങൾ ഒന്നുകൂടി പഠിക്കുക. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്
2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റ് ഫ്ലമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.